ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് അപ്പത്തിനും ദോശയ്ക്കും പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും എന്തിനും നമുക്കിത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഒരു കമൻ്റ് ഇടാനും മറന്നു പോകല്ലേ. ഈ മുട്ടക്കറി കാണുമ്പം തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടക്കറി കഴിക്കാനായിട്ട്. അവർക്കൊരു കൗതുകമാണ് അത് കാണുമ്പോൾ. വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ സാധിക്കും. കോഴിമുട്ടയോ താറാമുട്ടയോ നമുക്കിതിന് ഉപയോഗിക്കാം. നിങ്ങൾക്കിതിഷ്ടമായാൽ ഒരു ദിവസം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അറിയാം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരു ഇഷ്ടവും കൗതുകവും ഒക്കെ കഴിക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട്. മുട്ട വേണം. നിങ്ങൾക്ക് എത്ര മുട്ട ആവശ്യമുണ്ടോ അത്രയും മുട്ട എടുക്കാം. അതിനങ്ങനെ കണക്കൊന്നുമില്ല. പിന്നെ ഒരു തക്കാളി, ഗ്രേവിക്കായിട്ട് ഒരു തക്കാളി, 2 സവാള, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടിയുടെ ഡബിൾ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം. പിന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്കുണ്ടാക്കാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അല്പം ഓയിൽ, വെള്ളം, ഇതൊക്കെയാണ് വേണ്ടത്. നമ്മുടെ സ്റ്റൗ ഓണാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ തട്ട് വച്ചിട്ട് മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഉണ്ണി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഈ മുട്ടയെ വേവിച്ചെടുക്കണം. മുട്ട വേവുന്ന സമയം കൊണ്ട് ഉള്ളിയും സവാളയും കട്ട് ചെയ്തെടുത്ത് നമുക്കിതിന് ഗ്രേവി ഉണ്ടാക്കാം. 2 സവാള എടുക്കുമ്പോൾ 1 തക്കാളി, അങ്ങനെ വേണം എടുക്കാൻ. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. എണ്ണ തിളച്ചു. അതിനകത്തോട്ട് ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കതിൽ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഈ സവാള വഴറ്റുമ്പം കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ സവാളയിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും, കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അഡീഷണൽ ഉപ്പ് വേണമെങ്കിൽ ഞാൻ പിന്നെ ഗ്രേവിക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ നമ്മുടെ സവാള ഏകദേശം റെഡിയായി. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും സവാളയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ തക്കാളിയും സവാളയും വഴണ്ട് വരണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റൗ ഓഫാക്കണം. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് ഇളക്കി വച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഇതിനെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താണ് ഗ്രേവിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് തണുക്കട്ടെ, എൻ്റെ ചൂടൊക്കെ മാറട്ടെ. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഈ മുട്ടയെ ഇളക്കി എടുത്ത് വെക്കണം നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഇടാനായിട്ട്. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി ഒരു പാത്രം വെച്ച് കടുക് വറക്കുക. കടുക് വറക്കുന്നതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. നല്ല കളറൊക്കെ ഇല്ലേ, നല്ലതാണ് കഴിക്കാൻ, നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മുട്ടകളെ ഇട്ട് കൊടുക്കണം. ഈ മുട്ട ഇളക്കി വെച്ചിരിക്കുന്ന മുട്ടകളെ നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മളിതിലൊരു കളറ് ചേർക്കില്ല, അങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയായ ഒരു മുട്ടക്കറി കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് അറിയിക്കണേ. ഈ മുട്ടക്കറിയൊക്കെ കഴിക്കുമ്പോൾ സവാളയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാകും. അവർക്കൊക്കെ ഈ കറി ഒരുപാട് ഇഷ്ടമാവും. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെയോ
ഇനി ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ അപ്പത്തിൻ്റെ ദോശയുടെ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. അവർക്ക് നന്ദി. വീണ്ടും വരാം. ബായ്.